ഇവരിങ്ങനെ തോളിൽ കൈയൊക്കെ ഇട്ട് പോകുന്നത് കണ്ടപ്പോൾ അവരറിയാതൊരു വീഡിയോ പിടുത്തമാകാമെന്ന് കരുതി. പക്ഷെ നടന്നില്ല. അവരത് അറിഞ്ഞു കേട്ടോ. ഈ പോകുന്ന പോക്ക് ടൂറ് പോകുന്നതൊന്നുമല്ല. ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കോടം, അതിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. നമുക്കാർക്കും ഉവാവോ ഒന്നും ഇല്ലേ. ചേട്ടന്റെ നേരെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതറിഞ്ഞ് അവരാദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻസിക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് ചീട്ടൊക്കെ നേരത്തെ എടുത്തു വെക്കാമെന്ന് കരുതി വന്നത്. അവര് വന്നു. അഡ്മിറ്റ് ആകേണ്ടുന്ന അവസ്ഥയായിരുന്നു. ഏറെ വൈകിയ റൂമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടാണ് നമ്മളും പോയത്. അപ്പൊ തിരിച്ചു പോയപ്പോൾ കണ്ട കാഴ്ചയാണ് പാർക്കിംഗ് ഗ്രൗണ്ടില് ഒരു മരത്തില്, ഇതൊരു പൂമരമാണെന്നാ ഞാനും ആദ്യം വിചാരിച്ചു. പക്ഷെ ആ മരത്തിൽ നിറയെ കൊക്കുകൾ വന്നിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. എന്താണെങ്കിലും ഏറെ വൈകി നമ്മൾ വീട്ടിലെത്തിയത് കൊണ്ട് ഇനി ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാണ് നമ്മൾ വീട്ടിലെത്തിയത്. ഒത്തിരി വൈകിപ്പോയത് കൊണ്ട് പുറത്തും ഫുഡൊക്കെ തീർന്നു തുടങ്ങിയിരുന്നു. പൊറോട്ടയും ചില്ലി ബീഫും ആൻസൂട്ടന്റെ ഭാഗ്യം കൊണ്ട് ചിക്കൻ 65ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബീഫിനേക്കാൾ ആൻസൂട്ടന് ഇഷ്ടം ചിക്കൻ തന്നെയാണ്. അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ന്യൂസ് വെക്കാനും സിനിമ വെക്കാനും വേണ്ടിയിട്ട് ടി വിക്ക് വേണ്ടി അടി കൂടുന്ന 2 തരം ആളുകളുള്ളൊരു വീടാണ് നമ്മുടെ വീട്. ചേട്ടന് ഇഷ്ടം ന്യൂസാണ്. അമ്മച്ചിയും ന്യൂസ് കാണും. സിനിമയുണ്ടെങ്കിൽ അമ്മച്ചി സിനിമയും കാണുമെന്നേ ഉള്ളൂ. ഞാനും ആൻസൂട്ടന് സിനിമയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് അടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ന്യൂസാണ് ഇത്തവണ വെച്ചിരിക്കുന്നത്. ഇന്ന് ന്യൂസ് വെച്ചാൽ നാളെ സിനിമ വയ്ക്കും. എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആൻസൂട്ടന് എൻ്റെ ചിക്കൻ കൂടി അങ്ങ് കൊടുത്തു. അപ്പോൾ അത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് വളരെ മോഡേൺ രീതിയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആൻസൂട്ടന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അമ്മച്ചിയാണെങ്കിൽ ന്യൂസിൽ മുഴുകിയിരുന്നത് കൊണ്ട് ഒരു ചിക്കനും കഴിച്ചങ്ങ് ന്യൂസിൽ നോക്കിയിരുന്നു പോയി. അപ്പോൾ വേഗം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മച്ചി അങ്ങ് നേരെ വന്നിട്ട് ഫുഡ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു ജീവിതം. ഈ കൊച്ചു കൊച്ചു ജീവിതമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതും. അപ്പോൾ ഇതിൽ ഇടയ്ക്കൊക്കെ ആരെങ്കിലും കാണാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു സങ്കടമാകും. അവരെയൊക്കെ അന്വേഷിക്കുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അപവാദ പ്രചരണങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കും ചെറിയ തോതിൽ ദേഷ്യമൊക്കെ വരുന്നത്. അപ്പോൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോയിലേ ഇടാറുള്ളൂ. അതുകൂടി കയറി കാണാൻ മടിക്കരുതേ.